ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു പ്രീമിയം അക്കൗണ്ട്, അതായത് സെക്കൻഡ് ടൈപ്പ് പ്രീമിയം എലൈറ്റിന് താഴെ വരുന്ന വിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ATM കാർഡ് ഒക്കെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് വലിയ കുഴപ്പമില്ല. മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത് 50,000 ആണ്. പിന്നെ അതിൻ്റെ പോരാതെ കുറേ അതിൽ നമ്മൾ ഈ സംഭവം കുറേ ഓഫർ അതിൽ വരുന്നുണ്ട്. ഓഫർ മീൻസ് നമ്മുടെ ഈ ഡെബിറ്റ് കാർഡിൽ കുറേ ഇൻഷുറൻസ് കവറേജും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി കുറച്ച് നല്ലൊരു അക്കൗണ്ടായിട്ടായി തോന്നുന്നു. അതിൽ പറയുന്നത് വെച്ചിട്ട് അവർ ഇത് കണ്ടോ, നമുക്ക് വന്ന പുതിയ അക്കൗണ്ട് എടുത്തതിൻ്റെ ഡീറ്റെയിൽസാണ് വരുന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇത് കണ്ടോ, നമ്മുടെ എയർ ആക്സിഡൻറ്റിൽ ഡെത്ത് കവർ വരുന്നുണ്ട്. അതിൻ്റെ ഡെബിറ്റ് കാർഡിന് 30 lakhs ആണ്. പിന്നെ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി കവർ 10 lakhs വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഡെത്ത് കവർ 10 lakhs വരുന്നുണ്ട്. ഹോം ബർഗറി കണ്ടൻസ് ആൻഡ് ഫയർ 2 lakhs. ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം അക്കൗണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും അവർ ചെറിയ ചാർജുകൾ IMPS അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈടാക്കുമെന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ ക്യാഷൊന്നും ഈടാക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് അതിൻ്റെ അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഇത് അതിൻ്റെ വെൽക്കം കിറ്റാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് കിട്ടുന്ന ചെക്ക് ബുക്ക് കിട്ടും. 10 ലീഫുള്ള ഒരു ചെക്ക് ബുക്ക് കണ്ടോ, വിങ്സ് അക്കൗണ്ടിന് എഴുതിയിട്ട് ചെക്ക് ബുക്ക് കിട്ടും. പിന്നെ ഇത് ഡീറ്റെയിൽസാണ്. പിന്നെ ഇതിൽ വരുന്നത് കണ്ടോ, അതിൻ്റെ കൂടാതെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന ഒരു ബുക്ക്ലേറ്റും കിട്ടുന്നുണ്ട്. ഇത് വേറെ ഇതുണ്ട്. അതിൻ്റെ വരുന്നത് നമ്മുടെ ആനുവൽ നമ്മുടെ 50,000 ആണ് ഇത് വരുന്നത്. ആവറേജ് മന്ത്ലി ബാലൻസ് അങ്ങനെ തുടങ്ങി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ATM കാർഡ് ഫസ്റ്റ് ഇയർ നോ ഫീ ആണ്. സെക്കൻഡ് ഇയർ തൊട്ടിട്ട് 250 250 GST ആണ് വരുന്നത്. പിന്നെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. എല്ലാം IMPS ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഇത് സാധാരണ നമ്മൾ മിനിമം ബാലൻസ് ആക്കി നിർത്തിയിട്ടില്ലെങ്കിൽ 50,000 ഇല്ലെങ്കിൽ ഇത് സാധാരണ നോർമൽ അക്കൗണ്ടിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഈ ഓഫറുകളൊന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൻഷുറൻസ് കവറേജും ബാക്കിയുള്ള ഒന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ അക്കൗണ്ട് ആയിരിക്കും. പിന്നെ ആ ലെവലിൽ അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് കാർഡ് കണ്ടോ, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കാർഡൊക്കെ തന്നെയാണ്. പിന്നെ കാർഡ് വിസ പ്ലാറ്റിനാണ് കാർഡ് വരുന്നത്. ഇക്വിറ്റാസ് വിസ പ്ലാറ്റിനാണ് വരുന്നത്. പിന്നെ കാർഡിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇതാണ് കാർഡ്. ഓക്കെ, കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ്. ഒരു സ്മാൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.